അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ പേര് ഹലൂബ് എന്ന. അതിൽ ആപ്പിൾ പഴത്തിനേക്കാൾ വലുതും റൊമ്മാൻ പഴത്തിനേക്കാൾ ചെറുതുമായ ഒരു പഴമുണ്ട്. തേനിനേക്കാൾ മധുരമാണ് ഇതിനുള്ളത്. പാലിനേക്കാൾ വെളുത്ത, വെണ്ണയേക്കാൾ ലോലമായ ഒരു പഴമുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, നബിയെ, ആരാണ് അത് ഭക്ഷിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സമിഅ ഇസ്മി ഫസല്ല അലയ്യ. എൻ്റെ പേര് കേൾക്കുകയും എൻ്റെ മേലിൽ സ്വലാത്തു ചൊല്ലുകയും ചെയ്ത ആൾ ആ പഴം ഭക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലുകയും അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലുകയും ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് സ്വർഗപ്രവേശനത്തിനു കാരണമാണ്. സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ അത് കാരണമാകും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.